welcome to Luxembourg. ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായ ലക്സംബർഗിനെ കുറിച്ചാണ് ഈ കുഞ്ഞൻ വീഡിയോ. 2586 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ കുഞ്ഞൻ രാജ്യം യൂറോപ്പിലെ തന്നെ 7ാമത്തെ ചെറിയ രാജ്യമായാണ് അറിയപ്പെടുന്നത്. ആകെ ജനസംഖ്യയാകട്ടെ 7 ലക്ഷത്തിൽ കുറവുമാണ്. എന്നിരുന്നാലും GDPയുടെ കാര്യത്തിൽ മറ്റ് എല്ലാ രാജ്യങ്ങളെയും ഈ കുഞ്ഞൻ രാജ്യം കടത്തിവെട്ടിയിരിക്കുന്നു. തലസ്ഥാനം ലക്സംബർഗ് സിറ്റിയാണ്. ഒരു ശരാശരി പൗരന് 42% വരെ ടാക്സ് കൊടുക്കേണ്ടി വരുന്ന ഈ രാജ്യവും പക്ഷേ പൗരന്മാർക്കായി ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതും അപ്ഡേറ്റഡുമായ ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലക്സംബർഗിൻ്റെ സൈനിക ശക്തി എന്ന് പറയുന്നത് വെറും 1100 പേരാണ്. അതിലാകട്ടെ 900 പട്ടാളക്കാരും ബാക്കി സിവിലിയൻ സ്റ്റാഫുമാണ്. സിവിലിയൻ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിക്കാർ ഉൾപ്പെടെയുള്ളവരാണ്. ഇതാണ് ലക്സംബർഗിലെ പ്രധാന ബാങ്ക്. ഒരു കിടിലൻ ക്ലോക്ക് ടവറോട് കൂടിയ ഒരു വമ്പൻ കെട്ടിടമാണിത്. ഇതിവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. ലക്സംബർഗിൻ്റെ ഇപ്പോഴത്തെ രാജാവായ ഗ്രാൻഡ് ഡ്യൂക്ക് ഹെൻറിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗ്രാൻഡ് ഡച്ചസ് മരിയ തെരേസയുമാണിത്. ലക്സംബർഗിൻ്റെ ചരിത്രം 11ാം നൂറ്റാണ്ടിലെ റോമൻ ഭരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അങ്ങനെ ഞാൻ മെയിൻ സ്ക്വയറിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ നല്ല ഒന്നാന്തരം പൊക്കത്തിൽ ലക്സംബർഗിൻ്റെ കൊടി കാറ്റിൽ പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ കാണുന്ന പാലമാണ് അഡോൾഫി ബ്രിഡ്ജ്. അതിനപ്പുറത്തായി നേരത്തെ കണ്ട ക്ലോക്ക് ടവറും. ഇതാണ് മോണ്യുമെൻ്റ് ഓഫ് റിമംബ്രൻസ് എന്ന ഒരു വാർ മെമ്മോറിയൽ. 21 മീറ്റർ ഉയരമുള്ള ഈ സ്തൂപത്തിൻ്റെ മുകളിൽ ഗ്രീക്ക് ദേവതയായ ഗോഡസ് ഓഫ് വിക്ടറിയുടെ ഒരു വെങ്കല പ്രതിമയുമുണ്ട്. 2 ലോകമഹായുദ്ധത്തിലും കൊറിയൻ യുദ്ധത്തിലും പങ്കെടുത്ത ആയിരക്കണക്കിന് ലക്സംബർഗ് പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു മോണ്യുമെൻ്റാണിത്. ഈ സ്തൂപത്തിനു ചുറ്റുമുള്ള സ്ഥലം ആളുകൾക്കിരുന്ന് വിശ്രമിക്കാനും മറ്റുമായുള്ള റീക്രിയേഷണൽ ഏരിയയായി ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ഒരുക്കിയിരിക്കുകയാണ്. ഇതാണ് ലക്സംബർഗിലെ പ്രധാന കത്തീഡ്രലായ നോർത്തഡാം കത്തീഡ്രൽ. ലക്സംബർഗിലെ ആകെയുള്ള കത്തീഡ്രലാണിത്. ഗോത്തിക് ശൈലിയിലാണ് നിർമ്മാണമെങ്കിലും നവോത്ഥാന കാലത്തെ പല ഫീച്ചേഴ്സും നമുക്കിതിൽ കാണാം. പരിശുദ്ധ മാതാവിനായി സമർപ്പിച്ചിരിക്കുന്നതാണ് ഈ കത്തീഡ്രൽ. കത്തീഡ്രലിനുള്ളിൽ കയറിയാൽ വേറൊരു തരം വൈബാണ്. ഒരു ഭാഗത്ത് ഗോത്തിക് ഫീൽ തോന്നുമെങ്കിലും മറ്റൊരു ഭാഗത്ത് ഒരു അല്പം മോഡേൺ ഫീലാണ് തോന്നുന്നത്. പള്ളിക്കുള്ളിലെ ധാരാളം ഛായാചിത്രങ്ങളും മറ്റെങ്ങും കാണാൻ പറ്റാത്ത തരത്തിലുള്ളവയാണ്.
മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനായി പ്രത്യേക ഇടം തന്നെ ഇവിടെയുണ്ട്. ഏതായാലും പള്ളിയിൽ വന്നതല്ലേ, ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഈശോയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി വന്നപ്പോൾ ദേ ഒരു ആംബുലൻസ് നിലവിളി ശബ്ദവുമിട്ട് പാഞ്ഞു പോകുന്നു. എൻ്റെ പ്രാർത്ഥന തൽക്കാലം അതിനുള്ളിലെ രോഗിക്കായി ഞാൻ സമർപ്പിച്ചു. ഇനി ഞാൻ വൃത്തിയുള്ള ടൗൺ സെൻറ്ററിലേക്കാണ് പോകുന്നത്. ഇതാണ് സർക്കിൾ മുനിസിപ്പൽ എന്ന ബിൽഡിംഗ്. ഇതൊരു ചെറിയ എക്സിബിഷൻ സെൻ്ററാണ്. ഇതിനു മുമ്പിലായി സുനീറുകളും മറ്റും വിൽക്കുന്ന കച്ചവടക്കാരുടെ ഒരു ചെറിയ കേന്ദ്രമാണ്. ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഫ്രീ ആയി കിട്ടുന്ന നല്ല ഐസ് കോൾഡ് വെള്ളം. ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും വെള്ളം കിട്ടുമെങ്കിലും ഐസ് വാട്ടർ കിട്ടുന്നത് ആദ്യമായാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വെള്ളം എടുക്കാവുന്ന ഒരു മെഷീനാണിത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്ട്രീറ്റിലൂടെ നടന്നപ്പോഴാണ് ദേ ഈ പെണ്ണ് വീഴുന്നത് കണ്ടത്. പക്ഷെ ഒരു കൂസലുമില്ലാതെ അവൾ ചാടി എഴുന്നേറ്റ് ഒരു കുതിരയെ പോലെ അങ്ങ് പോയി. നല്ല മിതമായ രീതിയിൽ വളരെ ക്യൂട്ടായി ഒട്ടും അലങ്കോലപ്പെടുത്താതെ വൃത്തിയായി ഡെക്കറേറ്റ് ചെയ്ത ഒരു ടൗൺ സെൻ്ററാണിത്. പല ഭാഗത്തായി അധികം വലിപ്പമില്ലാത്ത ചെറിയ സ്തൂപങ്ങളുമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ട് ഏരിയ. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി, അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം നല്ല തിരക്കാകും. പലതരം കലാകാരന്മാരെ ഞങ്ങളിവിടെ കണ്ടു. അങ്ങനെ നടന്നപ്പോഴാണ് നൊസ്റ്റാൾജിയ ഉണർത്തിയ കൊഡാക്കിൻ്റെ ഈ ബോർഡ് കണ്ടത്. പെട്ടെന്ന് പണ്ട് സ്കൂളിലും മറ്റും ടൂറിന് പോയപ്പോൾ ഫോട്ടോ എടുത്ത ക്യാമറ ഓർമ്മ വന്നു. ലക്സംബർഗിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഗതാഗത സംവിധാനത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഈ കാണുന്ന എല്ലാ ട്രാമിലും ബസ്സിലും എല്ലാം ഫ്രീ ട്രാൻസ്പോർട്ടേഷനാണ്. കൃത്യതയാർന്ന സർവീസാണ്, പോരാത്തതിന് ഫ്രീ വൈഫൈയും ഉണ്ട്.
ദേ ഇതാണ് ലക്സംബർഗിൻ്റെ ഒരു പ്രധാന ചിത്രം. അഡോൾഫി ബ്രിഡ്ജിൽ കൂടെ ലക്സംബർഗിലെ ട്രാം. മറ്റൊരു കാര്യം, ഇതൊരു കളർഫുൾ സിറ്റിയായാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ ബസ്സുകൾ നോക്കിക്കേ, എല്ലാം നല്ല കിടിലൻ റെയിൻബോ കളർ പെയിൻ്റാണ്. അതുപോലെ തന്നെ ട്രാമിൻ്റെ അകത്തും നല്ല കളർഫുള്ളാണ്. ഇനി നമുക്ക് അഡോൾഫി ബ്രിഡ്ജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതൊരു ഡബിൾ ഡെക്കർ ബ്രിഡ്ജാണ്. മുകളിൽ കൂടെ ട്രാം ഉൾപ്പെടെ വൺ വേ ട്രാഫിക്കും താഴെ കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും പോകാം. മീറ്ററാണ് ആകെ നീളം. മീറ്റർ ഉയരത്തിലാണ് ഇത് നിൽക്കുന്നതും. 24 ജൂലൈ 1903 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ലക്സംബർഗിലൂടെ ഒഴുകുന്ന പ്രധാന നദിയായ പെട്രൂസ് റിവറിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. ദേ ഇങ്ങനെ ഒന്ന് തൊട്ടാൽ അപ്പോൾ തന്നെ ഇവിടുത്തെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. അതാണ് സെറ്റപ്പ്. സെന്റ് പീറ്റർ ആൻഡ് പോൾ എന്ന റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചാണിത്. ലക്സംബർഗിലെ റഷ്യൻ കുടിയേറ്റത്തിൻ്റെ ഉദാഹരണം കൂടിയാണിത്. അപ്പോൾ ലക്സംബർഗിനെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.